ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ദുറുൽ മൻസൂറിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഒരിക്കൽ ഇബ്ലീസ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സമീപത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, യാ മൂസാ നബിയെ, നിങ്ങളെ അല്ലാഹു തആല നബിയാക്കിയിട്ടുണ്ട്, നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒരാഗ്രഹമുണ്ട്, ഞാനൊന്ന് തൗബ ചെയ്താലോ എന്ന്. ആരാ പറയുന്നത്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഫശ്ഫഅലി, അതുകൊണ്ട് റബ്ബിനോട് നിങ്ങൾ എനിക്കൊരു റെക്കമെൻഡ് ചെയ്യണം. മൂസാ നബി അലൈഹി ഇസ്ലാമിന് സന്തോഷമായി. മൂസാ നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, അവൻ്റെ വിഷയത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ അവനോട് പറഞ്ഞിട്ടുണ്ട്. ആദം നബി അലൈഹി ഇസ്ലാമിന് ഒരു സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു. വിമുഖത കാണിച്ചതുകൊണ്ടാണ് അവനെ പുറത്താക്കിയത്. അതുകൊണ്ട് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖബറിൻ്റെ അടുക്കൽ പോയി ഒരു സുജൂദ് ചെയ്യാൻ വേണ്ടി പറയണം, എന്നിട്ട് എന്നോട് തൗബ ചെയ്യാനും പറയണം. അപ്പൊ ഇബ്ലീസ് പ്രതികരിച്ച പ്രതികരണം, ലം അസ്ജുദ് ലഹു ഹയ്യൻ അസ്ജുദ് ലഹു മൈത, ഞാൻ ജീവിച്ചിരിപ്പുള്ള കാലത്ത് ആദമിന് സുജൂദ് ചെയ്തിട്ടില്ല, എന്നിട്ടാണോ അസ്ജുദ് ലഹു മൈത, ഈ മരിച്ചു കിടക്കുന്ന ഖബറിൻ്റെ അടുക്കൽ പോയിട്ട് ഞാനിനി സുജൂദ് ചെയ്യുന്നത്? പറ്റില്ല എന്ന് പറയുകയും അഹങ്കാരം കാണിക്കുകയും ചെയ്തു. അപ്പോൾ ഇബ്ലീസ് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, ഏതായാലും നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു റെക്കമെൻഡ് നടത്തിയല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു ഉപദേശം തരാം. 3 സ്ഥലങ്ങളിൽ നിങ്ങൾ എന്നെ പ്രത്യേകം ഓർക്കണം. അത് ഞാൻ നന്നായി പ്രശ്നം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ്. ഒന്നാമത്തെ സ്ഥലം, ഉദ്കുർനി ഹീന തഗ്ലബു, നിങ്ങൾക്ക് ദേഷ്യം വരുന്ന, കോപം കണ്ട് വരുന്ന സമയത്ത് നിങ്ങൾ എന്നെ പ്രത്യേകിച്ച് ഓർക്കണം. കാരണം രക്തോട്ടുള്ള എല്ലാ സ്ഥലത്തും ഞാനിങ്ങനെ വന്നിട്ട് പ്രഷർ കൂട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം ദേഷ്യം വന്ന ഒരാൾക്ക് ദേഷ്യം ഇങ്ങനെ കൂടി വരും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഓർക്കണം, ഞാൻ നിങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന കാര്യം. രണ്ടാമത് നിങ്ങൾ ഓർക്കേണ്ടത്, യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്ന സമയത്ത് ഞാൻ നല്ല വർക്ക് ചെയ്യുന്ന സമയമാണ്. ഞാൻ നിങ്ങളെ കുടുംബത്തെ ഓർമ്മിപ്പിച്ചു തരും, നിങ്ങളെ മക്കളെ ഓർമ്മിപ്പിച്ചു തരും, ഭാര്യമാരെ ഓർമ്മിപ്പിച്ചു തരും. അങ്ങനെ നിങ്ങളെ പരമാവധി പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തും. അവിടെയും നിങ്ങൾ എന്നെ ഓർക്കണം. മൂന്നാമത്തെ സ്ഥലം ഏതാണെന്നറിയോ? വഇയ്യാക അൻ തുജാലിസ ഇംറഅതൻ ലൈസത്ത് ബിദാത്തി മഹറമിൻ, വിവാഹബന്ധം ഹറാമായ വാപ്പയോ മകനോ അല്ലെങ്കിൽ ഭർത്താവോ കൂടെയില്ലാതെ ഒരു സ്ത്രീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവളുടെ അടുക്കൽ നീ പോയി ഇരിക്കല് നീ നന്നായി സൂക്ഷിക്കണം. അവിടെ ഞാൻ വരും. ഫഇന്നി റസൂലുഹ ഇലൈക വറസൂലുക ഇലൈഹ, ഞാൻ നിങ്ങളുടെ ആളായിട്ട് അവളോടും പറയും, അവളുടെ ആളായിട്ട് നിങ്ങളോടും പറയും. അങ്ങനെ രണ്ടുപേരെയും പരസ്പരം വൈകാരികമായി അടുപ്പിച്ച് ഹറാമിൽ അകപ്പെടുത്തി കളയും. അതുകൊണ്ട് ഒരു അന്യ സ്ത്രീ ഒറ്റക്കാകുന്ന സമയത്ത് ഒരിക്കലും അവരുമായിട്ട് വേദി പങ്കിടരുത്. അങ്ങനെ ഒരുമിച്ച് കൂടുന്ന ഘട്ടങ്ങളിലൊക്കെ ഞാൻ നന്നായി വർക്ക് ചെയ്യുമെന്ന് നീ ശ്രദ്ധിച്ചാൽ നാശമില്ലാതെ രക്ഷപ്പെടാൻ പറ്റും. ഇത് ഇബ്ലീസ് മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഇബ്ലീസിനെ റെക്കമെൻഡ് ചെയ്തതിൻ്റെ പേരിൽ കൊടുത്ത ഒരു ഉപദേശമാണ്. നമുക്കിതിൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ദേഷ്യം വരുന്ന സമയത്ത് ഇബ്ലീസ് നല്ലോണം വർക്ക് ചെയ്യുന്നുള്ളൊരു ഓർമ്മ വേണം. അതുപോലെ തന്നെ ഒരന്യ സ്ത്രീയെ ഒറ്റയ്ക്ക് എവിടെ കണ്ടാലും അവരുമായി ഒരുമിച്ച് കൂടിയിരിക്കൽ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു ഖൈറുകൾക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.